called trigonometric functions. This chapter is a continuation chapter of our 10th standard mathematics. I hope you all have remembering this concept. The word trigonometry, which is derived from two Greek words, which is called trigonon and metron. Trigonon and metron, which means this measuring the sides of triangles. Thus, in this chapter, we are going to study the properties of a triangle. The first concept we are going to study is angles. നമ്മൾ ആംഗിൾസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് നമ്മൾ ആംഗിൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ളത് രണ്ട് സൈഡുകൾ, രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന മെഷർമെന്റിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? പക്ഷേ നമ്മൾ ഈ +1ലേക്ക് എത്തി. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആംഗിളിനെ നമ്മൾ അങ്ങനെയല്ല ഡിഫൈൻ ചെയ്യുന്നത്. We are going to redefine angle. Okay, for that I am taking a ray അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റേ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ റേനെ ഈ ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്. ഇതാണ് എന്റെ റേയെങ്കിൽ ഞാൻ ഈ റേനെ ഞാൻ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എന്റെ റേ. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിൽ എത്തുന്നതിന് മേലെ ഫോം ഉണ്ടാക്കുന്ന ഈ ഒരു മെഷർമെന്റിനെയാണ് ഞാൻ ഈ ആംഗിൾ എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ഒരു റേ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അതിന്റെ ഫൈനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന മെഷർമെന്റിനെയാണ് ഇനി നമ്മൾ ആംഗിൾ എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ അബൌട്ട് ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു റേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന മെഷർമെന്റിനെയാണ് നമ്മൾ ഈ ആംഗിൾ എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ഇതായിരിക്കും നമ്മളുടെ ആംഗിൾ. ഇനി നമ്മുടെ ഒറിജിനൽ പൊസിഷനെ, റേയുടെ ഒറിജിനൽ പൊസിഷനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ സൈഡ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്ത് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ ആ ഫൈനൽ പൊസിഷനെ നമ്മൾ വിളിക്കുന്നത് ടെർമിനൽ സൈഡ് എന്നായിരിക്കും. ഓക്കെ ആണല്ലോ? ടെർമിനൽ സൈഡ്. ഓക്കെ, ഇതാണ് നമ്മളെ ആംഗിൾ നമ്മൾ റീഡിഫൈൻ ചെയ്തത്. ആംഗിൾ ഈസ് റീഡിഫൈൻഡ് ആസ് the measure of rotation of a given ray about its initial position, and the initial side is known as initial side and the final position is known as the terminal side. Okay, ഇനി മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊരു റേ ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ റേക്ക് മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ താഴേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ റേക്ക് വേണമെങ്കിൽ മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ താഴേക്കും റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഫോം ചെയ്യുന്ന റേനെ ഞാൻ ഈ പൊസിഷനെ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് വിളിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതേപോലെ തന്നെ റേ താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ, താഴേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വിളിക്കും? ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? എന്താണ് പറഞ്ഞത്? ഒരു റേ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ്. ഒരു റേ താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ്. ജസ്റ്റ് മക്കളെ ആലോചിച്ച് നോക്കുക. ഒരു ക്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ക്ലോക്കിന്റെ സൂചികളുടെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ? പിന്നെ ഇങ്ങനത്തെ മൂവ്മെന്റിനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ സൂചിയുടെ മൂവ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം കേട്ടോ. അതായത് ക്ലോക്കിന്റെ ഡയറക്ഷനിലൂടെ പോകുന്ന ഡയറക്ഷനെല്ലാം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ക്ലോക്കിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മള് ആംഗിളിന്റെ കേസിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന റേകളെയെല്ലാം നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനായിട്ടും ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോഴോ അത് നെഗറ്റീവ് ഡയറക്ഷനുമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ ആണോ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടുള്ള ആംഗിൾസ് നിന്നും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനുള്ള ആംഗിൾസ് എന്നുമാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 30 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കണം, എങ്ങോട്ടായിരിക്കണം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? ഇതൊരു പോസിറ്റീവ് ആംഗിൾ ആണ്. സോ അത് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യണം? അതിനെ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം.
ഇവിടെ ആയിരിക്കും നമ്മൾ 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അതേസമയം -30 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറഞ്ഞാലോ എന്ത് ചെയ്യണം? ദിസ് ഈസ് എ നെഗറ്റീവ് ആംഗിൾ. സോ നെഗറ്റീവ് ആംഗിൾ ആകുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യണം. സോ ആംഗിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, -30 ഡിഗ്രി ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ ആണോ? ഇതായിരിക്കും നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അന്നേരം പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിരിക്കും പോസിറ്റീവ് ഡയറക്ഷൻ. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നെഗറ്റീവ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി നമ്മള് കൺസിഡർ ചെയ്യുക, ഞാനൊരു റേ കൺസിഡർ ചെയ്യുകയാണ്. ഒരു റേ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരുമായിരുന്നു? ഇവിടെ ആയിരുന്നു എന്റെ പോസിറ്റീവ് 30 വരിക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് 60 എങ്ങനെ വരും? പോസിറ്റീവ് 60 എങ്ങനെ വരും? പോസിറ്റീവ് 60 വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ആയിരിക്കും അല്ലെ പോസിറ്റീവ് 60 വരിക. ഓക്കെ ആണല്ലോ? ഇതിന്റെ പോസിറ്റീവ് 60 ആയിരിക്കും, ഇതിന്റെ പോസിറ്റീവ് 30 ആണ്. ഈ പോസിറ്റീവ് 90 എവിടെ ആയിരിക്കും വരിക? പോസിറ്റീവ് 90 ഇവിടെ ആയിരിക്കും വരിക അല്ലെ? ഇതായിരിക്കും എന്റെ പോസിറ്റീവ് 90. പോസിറ്റീവ് 120 എവിടെ വരും? ഇവിടെ വരും. പോസിറ്റീവ് 120 ഇതായിരിക്കും, ഇത്രയും ഭാഗം. Then 180 ഇവിടെ ആയിരിക്കും. Then പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ 270 ഇവിടെ വരും. Then റൊട്ടേറ്റ് ചെയ്ത് 360 കറക്റ്റ് ഇവിടെ തന്നെ വരും അല്ലെ? 360 ഇവിടെ വരും. നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും വലിയ ആംഗിൾ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? 360 ഡിഗ്രി ആയിരുന്നു അല്ലെ? ഈ മക്കളെ 360 ഡിഗ്രി ആയിരിക്കത്തില്ല നമുക്ക് ഏറ്റവും വലിയൊരു ആംഗിൾ എന്ന് പറയുന്നത് 360ക്കാൾ മുകളിലോട്ട് നമുക്ക് ഒരുപാട് ആംഗിൾസ് എടുക്കാൻ പറ്റും. ഇനി നോക്കിയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ 360 വരെ എത്തി. ഇനി 361, 362 അങ്ങനെയുള്ള ആംഗിൾസ് ഉണ്ടാവുമോ? ഉണ്ടാവും കേട്ടോ. 361, 362 അങ്ങനെ 370 അങ്ങനെ എക്സ്ട്രാ ഒരുപാട് ആംഗിൾസ് നമുക്ക് ഇനി ഉണ്ടാവും കേട്ടോ. ഇത് 360 ഇവിടെ എത്തി. അങ്ങനെ 365 എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ എങ്ങനെ എടുക്കും? 365 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആംഗിൾ ആണ്. സോ പോസിറ്റീവ് ആംഗിൾ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ട് തന്നെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ നിന്ന് മുകളിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. സോ 365 എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെ ആയിരിക്കും വരിക കേട്ടോ. 365 ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 390 എന്ന് പറഞ്ഞ ആംഗിൾ പോസിറ്റീവ് ആണ്. സോ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകണം. 390 എന്ന് പറഞ്ഞ ആംഗിൾ എവിടെ വരും? 360 30 ആഡ് ചെയ്ത് വരണം. 30 ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മുകളിലോട്ട് 30 വരണം. സോ ഈ പൊസിഷനിലായിരിക്കും നമ്മളുടെ 390 എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. ഓക്കെ ആണല്ലോ? 420 എന്ന് പറഞ്ഞ ആംഗിൾ എവിടെ വരും? 420 എന്താ വെച്ചാൽ വരും 420 which is equal to 360 plus 60 ആണ് അല്ലെ? ഇവരെ നമ്മുടെ പൊസിഷൻ എവിടെ വരും? ഇവിടെ ആയിരിക്കും നമ്മുടെ 420 എന്ന് പറഞ്ഞ ആംഗിൾ ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, 30യും 390യും ഒരേ പൊസിഷനിൽ തന്നെ വന്നു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസിന് സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. 30ക്കും 390ക്കും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. അതേപോലെ 60ക്കും 420ക്കും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഇതേപോലെ തന്നെ ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെല്ലാം സെയിം പ്രോപ്പർട്ടീസ് തന്നെ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക. ഇനി മുതൽ നമുക്ക് 360 ആയിരിക്കത്തില്ല നമ്മുടെ ഏറ്റവും വലിയ ആംഗിൾ. ഇനി ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 360 ആകില്ല. അതിന് മുകളിലോട്ട് ഒരുപാട് ആംഗിൾസ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിൾസിനെ എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം റൊട്ടേറ്റ് ചെയ്യാൻ. നെഗറ്റീവ് ആയിട്ടുള്ള ആംഗിൾസിനെ എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് എന്റെ റേ. ഈ റേ ആണെങ്കിൽ എന്റെ -30 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. സോ -30 വിൽ ബി ഹിയർ. ഇതായിരിക്കും എന്റെ -30 ഡിഗ്രി. Then -60 again ഇവിടെ വരും അല്ലെ? -60 ഇവിടെ വരും. -90 ഇവിടെ ആയിരിക്കും. Then -180 ഇവിടെ വരും. Then -270 ഇവിടെ ആയിരിക്കും. Then -180 ഇവിടെ വരും അല്ലെ? ഇതേപോലെ തന്നെയാണ്. സോറി, -360 ഇവിടെ വരും. ഓക്കെ, -360 ഇവിടെ വരും. Then -390 എന്ന് പറയുമ്പോൾ -360യുടെ കൂടെ -30 കൂടെ കൊടുക്കണം. സോ -30 നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. ഇവിടെ ഉണ്ടായിരിക്കും -390 വരിക. ഓക്കെ, -420 60യുടെ പൊസിഷനിൽ വരും. സോ -30ക്കും -390ക്കും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും.
-60ക്കും -420ക്കും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഒരേ പൊസിഷനിൽ വരുന്ന ഏതൊക്കെ ആംഗിൾസ് ആണോ അതിനെല്ലാം സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. നെഗറ്റീവ് ഡയറക്ഷനിലും പോസിറ്റീവ് ഡയറക്ഷനിലും നമുക്ക് ഒരുപാട് ആംഗിൾസ് 360ന് മുകളിലോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. നമ്മളിപ്പോ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചു, ആംഗിൾസിന്റെ ഡയറക്ഷനെ കുറിച്ചും പഠിച്ചു അല്ലെ. ആംഗിൾസ് നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ഡയറക്ഷനായിരിക്കും അല്ലെ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മെഷർമെന്റ് ഓഫ് ആംഗിൾസ്. ആംഗിൾസിന്റെ മെഷർമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. കിലോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റിനെ മെഷർ ചെയ്യാനും നമുക്കുണ്ട്. ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ആംഗിളിനെ മെഷർ ചെയ്യാനും നമുക്ക് 2 യൂണിറ്റുകളാണ് ഉള്ളത്. 2 യൂണിറ്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിഗ്രി മെഷർമെന്റ്. ഫസ്റ്റ് വൺ ഡിഗ്രി മെഷർമെന്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ മെഷർമെന്റ് ആണ് റേഡിയൻ മെഷർമെന്റ്. ഓക്കെ, 2 മെഷർമെന്റ് ആണുള്ളത്, ഡിഗ്രി മെഷർമെന്റും റേഡിയൻ മെഷർമെന്റും. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി മെഷർമെന്റ് എന്താണ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി മെഷർമെന്റ് നോക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫോർ ദാറ്റ് ഐ എം കൺസിഡറിംഗ് എ സർക്കിൾ. ഒരു സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. ആ സർക്കിളിനെ ഞാൻ 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഐ ഹാവ് കൺസിഡർഡ് എ സർക്കിൾ ആൻഡ് ഡിവൈഡഡ് ദി സർക്കിൾ ഇൻടു 360 ഈക്വൽ പാർട്സ്. ഓക്കെ, ഈ 360 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഇതിലെ ഓരോ പാർട്ടിനെയും ഈ 360 ഈക്വൽ പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്തു. അതിലെ ഓരോ പാർട്ടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. ഓരോ പാർട്ടും 1 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. 360 ഈക്വൽ പാർട്ടായിട്ട് ഒരു സർക്കിളിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ പാർട്ടും 1 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഇതിൽ ഒരു പാർട്ടിനെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്റെ 1 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി എന്റെ 1 ഡിഗ്രിനെ ഞാൻ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. 1 ഡിഗ്രിനെ ഞാൻ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെ ഓരോ പാർട്ടും എന്തായിരിക്കും? 1 മിനിറ്റ് ആയിരിക്കും. 1 മിനിറ്റ്. 1 മിനിറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് 1 ഇട്ടു അതിന് മുകളിൽ ഒരു ഡാഷ് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. 1 ഇട്ടു അതിന് മുകളിൽ ഒരു ഡാഷ് കൊടുക്കുന്നതിനാണ് 1 മിനിറ്റ് എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോന്നും പറയുന്നത് എന്തായിരിക്കും? 1 മിനിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലെ. 1 ഡിഗ്രിനെ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ ഓരോ പാർട്ടുമാണ് 1 മിനിറ്റ്. ഓക്കെ, ഇതാണ് എന്റെ 1 മിനിറ്റ്. സോ നമുക്ക് 1 ഡിഗ്രിനെ എന്ത് പറയാൻ പറ്റും? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്സ് ആയിരിക്കും അല്ലെ. ഒരു ഡിഗ്രിനെ നമ്മൾ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 1 ഡിഗ്രി കിട്ടുക. സോ 1 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 60 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ. നൗ ഇവിടെ ഓരോ മിനിറ്റിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് എന്റെ 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിനെ ഞാൻ വീണ്ടും 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഓരോ പാർട്ടിനെയുമാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. 1 സെക്കൻഡ്. ഓക്കെ അല്ലെ. 1 സെക്കൻഡ്. 1 സെക്കൻഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. 1ന് മുകളിൽ 2 വരയിട്ട് കൊടുക്കുക കേട്ടോ. 1 സെക്കൻഡ് ആണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോന്നും എന്തായിരിക്കും? 1 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലെ. ഇതിന് ഒരു മിനിറ്റിനെ നമ്മൾ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഓരോ പാർട്ടിനെയും നമ്മൾ വിളിക്കുന്നത് 1 സെക്കൻഡ് എന്നാണ്. സോ നമുക്ക് 1 മിനിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 മിനിറ്റ് വിൽ ബി ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. 1 മിനിറ്റ് വിൽ ബി ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആംഗിളിന്റെ ഡിഗ്രി മെഷർമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഡിഗ്രി മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു സർക്കിളിനെ, ഒരു ഫുൾ സർക്കിളിനെ നമുക്കൊരു 360 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ടും 1 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ 1 ഡിഗ്രിനെ ഇനി ഓരോ 1 ഡിഗ്രിനെ നമുക്ക് 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ടും എന്തായിട്ട് വരും? 1 മിനിറ്റ് ആയിട്ട് മാറും.
അതേപോലെ തന്നെ ഈ 1 മിനിറ്റിനെ ഞാൻ 60 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ടും എന്ത് വരും? 1 സെക്കൻഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് കിട്ടിയ അവിടെ ഇൻഫർമേഷൻ എന്താണ്? 1 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 60 മിനിറ്റ്സ് ആയിരിക്കും. 1 മിനിറ്റ് വിൽ ബി ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്തിനാണ് ഇവിടെ ഡിഗ്രീനെ മിനിറ്റ് സെക്കൻഡിനെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയത്? എന്തിനാണ്? നമുക്ക് എപ്പോഴും മാത്സിൽ ആക്യുറസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിപ്പോ 5.2 സെന്റിമീറ്റർ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ. അതിന് വേണമെങ്കിൽ നമുക്ക് 5 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആകാറുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് നമുക്ക് 52.5 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ 0.5നെ നമുക്ക് മിനിറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ്സിലോട്ടോ മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷർമെന്റിനെ കുറിച്ചുകൂടെ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 15.32 ഡിഗ്രീനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കി എനിക്ക് സെക്കൻഡ്സിലും മിനിറ്റ്സിലോട്ട് മാറ്റണം. ഓക്കെ ആണല്ലോ. 15.32 ഡിഗ്രി ആലോചിച്ച് നോക്കിയാടാ. 15.32 ഡിഗ്രീനെ എനിക്ക് 50 ഡിഗ്രി പ്ലസ് 0.32 ഡിഗ്രി ഇങ്ങനെ ആക്കിക്കൂടെ? 15 ഡിഗ്രി പ്ലസ് 0.32 ഡിഗ്രി എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കേടാ 15 ഡിഗ്രി പ്ലസ് 0.32 ഡിഗ്രി. ഓരോ ഡിഗ്രിയും എത്രയാണെന്ന് പറഞ്ഞത്? 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്സ് ആയിരുന്നു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 0.32 ഡിഗ്രി എത്ര മിനിറ്റുകളായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0.32 into 60 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് 0.32 ഡിഗ്രിനെ നമുക്ക് മിനിറ്റിലോട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? 0.32 ഡിഗ്രി നമുക്ക് 0.32 into 60 മിനിറ്റ് എന്നാക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിന് 50 ഡിഗ്രി പ്ലസ് 0.32 into 60 മിനിറ്റ്സ് എന്നായി. Okay, now 15 degree plus 0.32 into 6 will be equal to 19.2 minutes ആയിട്ട് മാറും. Okay, 32 into 6 will be equal to 192 and 0, so 19.2 degrees. 19.2 minutes ആയിട്ട് മാറും. നോക്കിയോടാ, ഇവിടെ ഇനിയും പിന്നെയും 0.2 കിടപ്പുണ്ട് അല്ലേ. നമുക്ക് അതിനെ പിന്നെയും മാറ്റണം. 15 ഡിഗ്രി പ്ലസ് 19 മിനിറ്റ് പ്ലസ് 0.2 മിനിറ്റ് ഇങ്ങനെ ആക്കാൻ പറ്റുമോ? 19.2 മിനിറ്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 19 മിനിറ്റ് പ്ലസ് 0.2 മിനിറ്റ് ആയിട്ട് മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 60 സെക്കൻഡ്സ് ആയിരുന്നു. ഓക്കെ, ദെൻ 0.2 മിനിറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിട്ട് മാറാം? 0.2 into 60 seconds ആയിട്ട് മാറാം. ഓക്കെ അല്ലേ? 0.2 into 60 seconds ആയിട്ട് മാറാം. ഓക്കെ, which will be equal to 15 degree plus 19 minutes plus 0.2 into 60 seconds. ഓക്കെ ആണല്ലോ. എന്ത് വരും? 0.2 മിനിറ്റിനെ ഞാൻ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് into 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, which is equal to 15 degree plus 19 minutes plus 0.2 into 60 will be equal to എന്ത് വരും? 12 ആണ്. ഓക്കെ ആണല്ലോ. 12 സെക്കൻഡ്സ് എന്ന് കിട്ടി. നമുക്ക് ഇതിലെ പ്ലസ് സൈൻ മാറ്റി നമുക്ക് എഴുതാം. 15 ഡിഗ്രി 19 minutes 12 seconds. Okay, thus we can rewrite 15.32 degree as 15 degree 19 minutes and 12 seconds. Okay, അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതാണ് നമ്മൾക്ക് എന്താണ് ഡിഗ്രിയും മിനിറ്റും സെക്കൻഡും കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് എക്സാമ്പിൾസ് കൂടെ വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ആംഗിളിനെ മെഷർ ചെയ്യാൻ രണ്ടാമത് യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ആണ് റേഡിയൻ മെഷർമെന്റ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിഗ്രി മെഷർമെന്റ് ആണ്. ഡിഗ്രി മെഷർമെന്റ് നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണെന്ന് കണ്ടു. അതേപോലെ തന്നെ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ മെഷർമെന്റ് ആണ് റേഡിയൻ മെഷർമെന്റ്. ഇനി റേഡിയൻ മെഷർമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൺസിഡർ എ സർക്കിൾ വിത്ത് റേഡിയസ് R ആൻഡ് സെന്റർ O. ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. അതിന്റെ സെന്റർ Oയും റേഡിയസ് R ഉമായിട്ട് എടുക്കാം.
ഓക്കെ, ഇത് എന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇതും എന്റെ റേഡിയസ് 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്ക് ലെങ്തും, ഒരു സർക്കിളിന്റെ ആർക്ക് ലെങ്തും റേഡിയസിന്റെ ലെങ്തും ഈക്വൽ ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഒരു റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആർക്ക് ലെങ്തും റേഡിയസും ഈക്വൽ ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ റേഡിയൻ, 1 റേഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആർക്ക് ലെങ്ത്, ഈ ആർക്ക് ലെങ്ത് 6 ആയി കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ആർക്ക് ലെങ്തും റേഡിയസും ഈക്വൽ ആയിട്ട് വരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുക. ഓക്കെ, 1 റേഡിയൻ. 1 റേഡിയനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യാറ് 1 റേസ് ടു സി. 1ന് മുകളിൽ ഒരു സി ഇട്ടാണ് നമ്മൾ 1 റേഡിയനെ ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, 1 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? 1 ഡിഗ്രി ഇങ്ങനെയായിരുന്നു അല്ലെ, 1 ഡിഗ്രിനെ. 1 റേഡിയൻ ആവുമ്പോൾ 1ന്റെ മുകളിൽ ഒരു സി ഇട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൂടുതലായി മാത്സിന്റെ കേസിൽ 1 റേഡിയൻ കൊടുക്കാനായിട്ട് മുകളിൽ ഈ സി നമ്മൾ കൊടുക്കാറില്ല. യൂഷ്വലി 1 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആംഗിളിന്റെ കേസിൽ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ വെറുതെ 1 കൊടുത്താൽ മതി. പക്ഷെ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായാലും 1ന് മുകളിൽ ഈ 0 ഇടാൻ മറക്കരുത്. ഓക്കെ, ഒരു 2 റേഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2 റേസ് ടു സി എന്ന് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഈ സി ഇട്ടില്ലേലും നമുക്ക് റേഡിയൻ ആണ് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഡിഗ്രിയുടെ കേസിലാകുമ്പോൾ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2ന് മുകളിൽ എന്തായാലും ഒരു 0 ഉണ്ടാവണം. ഓക്കെ, അന്നേരം റേഡിയനും ഡിഗ്രിയും എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്തും റേഡിയസും ഈക്വൽ ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൗ കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്ത് നോക്കിക്കേ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സർക്കിൾ മീൻസ്, യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ചാൽ റേഡിയസ് ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ, റേഡിയസ് ഈസ് ഈക്വൽ ടു 1 ആവുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയാം. ഞാനൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ ആണല്ലോ? റേഡിയസ് ഈസ് ഈക്വൽ ടു 1 ആണ്. എന്റെ റേഡിയസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ആർക്ക് ലെങ്ത് എന്തായിരിക്കണം? ആർക്ക് ലെങ്തും റേഡിയസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റേഡിയൻ നമുക്ക് ഫോം ചെയ്യുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ ഫോം ചെയ്യാനായിട്ട് നമ്മുടെ ആർക്ക് ലെങ്ത് എന്ത് തന്നെ ആയിരിക്കണം? 1 തന്നെ ആയിരിക്കണം. സോ നമുക്കിവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്നതായിരിക്കും 1 റേഡിയൻ. ഓക്കെ, നൗ കൺസിഡർ അനദർ റേഡിയസ് ദിസ്. ഈ ഒരു റേഡിയസ് കൂടെ കൺസിഡർ ചെയ്യുക. ഈ ഒരു റേഡിയസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതും 1 ആണ്, ഇതും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ആർക്ക് ലെങ്ത് വരുവാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? പിന്നെയും 1 റേഡിയൻ തന്നെ ആയിരിക്കും അല്ലെ. 1 ആർക്ക് ലെങ്ത് ഫോം ചെയ്തത് 1 റേഡിയൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതേപോലെ തന്നെ ഇനി നമ്മൾ 1 ആർക്ക് ലെങ്ത് നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ വേറൊരു സെക്ടർ നമ്മൾ ഫോം ചെയ്തു. ഇവിടെ 1 ആണ്, ഇതും 1 ആണ്. സോ ഇവിടെയും ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? 1 റേഡിയൻ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോ ഒന്ന് കൺസിഡർ ചെയ്തേടാ. നമ്മളിവിടെ ഞാനിതിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇവിടെ എന്റെ O ആണെങ്കിൽ ബി സി എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്നത് 1 റേഡിയൻ ആണ്. അതേപോലെ തന്നെ എ ബി ഫോം ചെയ്യുന്നത് 1 റേഡിയൻ തന്നെയാണ്. Then now consider AC. AC എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്നത് എത്ര റേഡിയൻ ആണ്? 2 റേഡിയൻ ആണ്. ഓക്കെ ആണല്ലോ? 2 യൂണിറ്റ് ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്നത് 2 റേഡിയനെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡി സി എന്ന് പറയുന്ന ആർക്ക് ഫോം നോക്കിക്കേടാ. ഡി സി എന്ന ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളോ 3 റേഡിയൻ ആകുന്നുണ്ട്. 1 + 1 + 1 3 റേഡിയൻ വരുന്നുണ്ട് അല്ലെ. നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ആർക്ക് ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന റേഡിയന്. ഓക്കെ ആണല്ലോ? ആർക്ക് ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന റേഡിയനും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കൺസിഡർ ചെയ്തേടാ. നമ്മുടെ ഈ ആർക്ക് ലെങ്ത് ഡി സിക്ക് പകരമായിട്ട് ഫുൾ സർക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഫുൾ സർക്കിൾ ആയിട്ടാണ് ഞാൻ ആർക്ക് ലെങ്ത് എടുക്കുന്നത്. ഓക്കെ ആണോ? എന്റെ ഫുൾ സർക്കിൾ ഞാൻ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുകയാണ്. വിച്ച് മീൻസ്
സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെ, സർക്കിളിന്റെ പെരിമീറ്റർ ഫുൾ ആയിട്ട് ഞാൻ ആർക്ക് ലെങ്ത് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? നമുക്ക് സെൻട്രൽ ആംഗിൾ ആയിട്ട് നമുക്ക് എന്ത് വരാം? ആർക്ക് ലെങ്തും സെൻട്രൽ ആംഗിളും സെയിം ആകണം അല്ലെ. നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണ് അല്ലെ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2πr. പക്ഷെ ഇവിടുത്തെ r ഈക്വൽ ടു എന്താണ്? റേഡിയസ് ഈക്വൽ ടു 1 ആണ്, സിൻസ് ഇറ്റ് ഈസ് എ യൂണിറ്റ് സർക്കിൾ. സോ സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു 2π ആയിരിക്കും അല്ലെ. നമ്മുടെ സർക്കംഫറൻസ് 2π ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്താകും? സെൻട്രൽ ആംഗിൾ വിൽ ഓൾസോ ബി 2π ആയിരിക്കും. 2π റേഡിയൻ ആയിട്ട് മാറും. ഓക്കെ ആണോ? നമ്മുടെ ആർക്ക് ലെങ്ത് ഫുൾ ആയിട്ട് 2π ആവുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിളും എന്തായിട്ട് മാറും? 2π ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അന്നേരം നമ്മുടെ സെൻട്രൽ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 2π റേഡിയൻ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിൾസിന്റെ കേസിൽ സെൻട്രൽ ആംഗിൾ എന്തായിരുന്നു ഡിഗ്രി മെഷറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ നോക്കിക്കേടാ. സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്ന് കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2π റേഡിയൻ വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 2π റേഡിയൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2π റേഡിയൻ വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ 2π മുകളിലുള്ള c നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് എന്ത് എഴുതാം? 2π വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി നമുക്ക് എഴുതാം. ഓക്കെ ആണോ? 2π വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. നമ്മുടെ റേഡിയനും നമ്മുടെ ഡിഗ്രിയും മെഷറും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. 2π ഈക്വൽ ടു 360 ഡിഗ്രി. നമുക്ക് എങ്ങനെ കിട്ടിയത് ഒന്നുകൂടെ നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുത്തു. ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് അവിടെ ഒരു 1 റേഡിയൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് ലെങ്ത് 1 ആയി മാറണം. സോ 1 ആർക്ക് ലെങ്തും 1 റേഡിയസും ഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഇത് ആംഗിൾ ആയിരുന്നു 1 റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോം ചെയ്തതാണ് 1 റേഡിയൻ. ഓക്കെ, ഇവിടെ 1 യൂണിറ്റ് ആയിരുന്നു റേഡിയസ് മാർക്ക് ലെങ്ത്. ഇനി 1 യൂണിറ്റ് ആർക്ക് ലെങ്ത് കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 യൂണിറ്റ് ആണ്, ഇവിടെ 1 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ഫോം ആംഗിളും 1 റേഡിയൻ തന്നെ ആയിരിക്കും. എഗെയിൻ 1 യൂണിറ്റ് നമ്മൾ ഒന്നുകൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 1 യൂണിറ്റ് മൂവ് ചെയ്താൽ ഇവിടെ ഫോം ചെയ്യുന്ന റേഡിയൻ 1 റേഡിയൻ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആർക്ക് ലെങ്ത് കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഫോം ചെയ്യുന്നത് 2 യൂണിറ്റ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? 2 റേഡിയൻ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ 3 ആണ് നമ്മുടെ ആർക്ക് ലെങ്ത് എങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 3 റേഡിയൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫുൾ സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2π സർക്കംഫറൻസ് വരുവാണെങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2π ആയിരിക്കും. സോ നമുക്ക് സെൻട്രൽ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 2π റേഡിയൻ നമുക്ക് കിട്ടും. Then നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു 360 ഡിഗ്രി ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ. Then 2π will be equal to 360 ഡിഗ്രി ആകും. സോ 2π will be equal to 360 ഡിഗ്രി എന്നൊരു റിലേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ആലോചിച്ച് നോക്കുക. ഒരു റേഡിയൻ എന്ന് പറയുന്നത് will be equal to 57.296 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇതോടൊന്ന് ആലോചിച്ച് വെച്ചോളുക, തെറ്റിപ്പോകരുത്. 1 റേഡിയൻ എന്ന് പറയുന്നത് 57.296 ഡിഗ്രി ആയിരിക്കും. അതിലൊരു അടുപ്പിച്ച് 7 റേഡിയനോളം വരും നമുക്കൊരു ഫുൾ സർക്കിളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഒരു അടുപ്പിച്ച് 7 റേഡിയൻ ആയിരിക്കും നമ്മളുടെ 360 ഡിഗ്രി. അപ്രോക്സിമേറ്റ്ലി ആണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അന്നേരം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 റേഡിയൻ ഈക്വൽ ടു 57.296 ഡിഗ്രിയോളം അടുപ്പിച്ച് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. നമ്മളിപ്പോൾ ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. എന്താണ്? 2π ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് π വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? π വിൽ ബി ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2 ഇല്ലേ? 360 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. സോ അറിഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻ ആണ് π ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. പൈയുടെ വാല്യൂ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ,
ഇനി ആലോചിച്ച് നോക്കിയാടാ, പൈ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഒരു റേഡിയൻ വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ വരും അല്ലേ? അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 180 ഡിഗ്രി ബൈ പൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എക്സ് റേഡിയൻ വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു 180 ഡിഗ്രി ബൈ പൈ ആയിരിക്കും. ഓക്കെ ആണല്ലോ. എക്സ് റേഡിയനെ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണിത്. എന്ത് ചെയ്താൽ മതി? റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് 180 ഡിഗ്രി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ കൺസിഡർ ചെയ്ത് നോക്കുക. നമുക്ക് 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ ആണ്. 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 1 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു പൈ ബൈ 180 ആയിരിക്കും അല്ലെ? 1 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ എക്സ് ഡിഗ്രി വിൽ ബി ഈക്വൽ ടു എന്ത് വരും? എക്സ് ഡിഗ്രി നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു പൈ ബൈ 180 മതി. ഓക്കെ ആണോ? എക്സ് ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഡിഗ്രി മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലെ? എന്ത് ചെയ്താൽ മതി? ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ റേഡിയനെ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഡിഗ്രി ടു റേഡിയൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയൻ ടു ഡിഗ്രി 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഡിഗ്രി ടു റേഡിയൻ. ഓക്കെ, ഡിഗ്രിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രിനെ എനിക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 50 ഇൻറ്റു പൈ ബൈ 180. ഓക്കെ ആണോ? 50 ഇൻറ്റു പൈ ബൈ 180. ഇനി 50യും 180യും ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്ക് കിട്ടുക പൈ ബൈ 12 കിട്ടും. സോ 50 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? പൈ ബൈ 12 റേഡിയൻ ആയിരിക്കും. 50 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ എന്തായിരിക്കും? പൈ ബൈ 12 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിനെ എനിക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഐ ആം മൾട്ടിപ്ലൈങ് പൈ ബൈ 180 വിത്ത് 30 ഇൻറ്റു പൈ ബൈ 180 വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 30യും 180യോടെ കട്ടായി ബാക്കി കിട്ടുക പൈ ബൈ 6 കിട്ടും. ഓക്കെ ആണോ? 30 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു പൈ ബൈ 6 റേഡിയൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. 45 ഡിഗ്രിനെ എനിക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു പൈ ബൈ 180. ഓക്കെ, 45 180യുടെ കട്ടായി ബാക്കി നമുക്ക് വരിക പൈ ബൈ 4 ആണ്. ഓക്കെ ആണോ? 45 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ എത്രയാണ്? പൈ ബൈ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് 60 ഡിഗ്രിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് 60 ഇൻറ്റു പൈ ബൈ 180 മൾട്ടിപ്ലൈ ചെയ്യുക. 60യും 180യും കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? പൈ ബൈ 3 ആയിരിക്കും. പിന്നെ 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് വിൽ ബി ഈക്വൽ ടു പൈ ബൈ 3. നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 90 ഇൻറ്റു പൈ ബൈ 180. 90യും 180യും ക്യാൻസൽ ആയി ബാക്കി വരിക പൈ ബൈ 2 വരും. ഓക്കെ ആണോ? പിന്നെ 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? പൈ ബൈ 2 ആണ്. Then 120ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 120 ഇൻറ്റു പൈ ബൈ 180. 180യുടെ ക്യാൻസൽ ആയി ബാക്കി വരിക 2 പൈ ബൈ 3 ആയിരിക്കും. 2 പൈ ബൈ 3 റേഡിയൻ ആയിരിക്കും 120 ഡിഗ്രി എന്ന് പറയുന്നത്.
Okay, then 180 degree. 180 degree calculate ചെയ്യാം. Equal to 180 into pi by 180. കട്ട് ചെയ്ത് ബാക്കി വരിക പൈ ആയിരിക്കും. ഇത് നമുക്ക് നേരത്തെ അറിയാം അല്ലെ. 180 degree will be equal to pi radian ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. Okay, next 270 degree. 270 degree നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 270 into pi by 180. Okay, 270 into pi by 180 will be equal to 3 pi by 2 ആയിരിക്കും. Okay ആണല്ലോ, 3 pi by 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ, 40 degree 20 minutes അല്ലെ. ഡിഗ്രിനെ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. എന്തായിരുന്നു? pi by 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമുക്ക് 40 degree 20 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. മിനിറ്റിനെ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്കറിയാം മിനിറ്റിനെ നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം അല്ലെ. എങ്ങനെയായിരുന്നു? 1 degree equal to 60 minutes ആയിരുന്നു. ഓക്കെ, 1 degree equal to 60 minutes ആണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിനെ നമുക്ക് ഡിഗ്രിയിലേക്ക് എങ്ങനെ മാറ്റിയാൽ മതി? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലെ. 1 degree equal to 60 മിനിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വിച്ച് ഈക്വൽ ടു 40 degree plus 20 by 60 degree എന്ന് നമുക്ക് മാറ്റാം. ഓക്കെ ആണോ? വിച്ച് വിൽ ബി ഈക്വൽ ടു 40 plus 1 by 3 degree എന്നായിട്ട് നമുക്ക് മാറും. വിച്ച് ഈക്വൽ ടു 40 1 by 3 degree ആണ്. ഓക്കെ അല്ലെ? 40 1 by 3 degree ആയിട്ട് മാറും. വിച്ച് ഈക്വൽ ടു എന്ത് വരും? വിച്ച് ഈക്വൽ ടു 121 by 3 degree t. ഓക്കെ, 40 degree 20 മിനിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് 121 degree by 3 121 by 3 degree നമുക്ക് കിട്ടി. ഇനി ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയനിലേക്ക് മാറ്റാൻ അറിയാം അല്ലെ. വിച്ച് വിൽ ബി ഈക്വൽ ടു 121 degree by 3 into pi by 180 ചെയ്യുക. റേഡിയനിലേക്ക് മാറ്റാനായിട്ട് pi by 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് വിൽ ബി ഈക്വൽ ടു 121 pi divided by 3 into 180 which will be equal to 540. Okay, നമുക്ക് 121 pi by 540 റേഡിയൻ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിഗ്രിയും മിനിറ്റും ആയിട്ടാണ് തന്നിരുന്നത്. മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയത് 121 by 3 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഒരു ഡിഗ്രി മെഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയനിലേക്ക് മാറ്റാനായിട്ട് pi by 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് വിൽ ബി ഈക്വൽ ടു 121 pi by 540 എന്ന് കിട്ടും. ഓക്കെ, ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 22 degree 30 മിനിറ്റ്. ഓക്കെ, 22 degree 30 മിനിറ്റിനെ നമുക്ക് ആദ്യം 30 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. സോ 22 degree plus 30 മിനിറ്റ് എന്ന് ആക്കി. ഓക്കെ, 30 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് 22 degree plus 30 divided by 60 ചെയ്തു. ഓക്കെ ആണല്ലോ. മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 60 ചെയ്തു. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 22 degree plus 1 by 2 degree. 22 degree plus 1 by 2 degree which will be equal to എന്ത് വരും? 45 by 2 degree എന്ന് കിട്ടും. 45 by 2 degree എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റേഡിയനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 45 by 2 degree into pi by 180 ചെയ്യുക. ഓക്കെ ആണല്ലോ. 45 into pi by 180 will be equal to 45 pi by 360. Okay, this will be equal to pi by 8 നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് മിനിറ്റ് തന്നിരിക്കുന്നത് നമ്മൾ ആദ്യമേ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് ഡിവൈഡ് ബൈ 60 ചെയ്തു. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രിനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റാനായിട്ട് pi by 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് റേഡിയൻ ടു ഡിഗ്രി. ഓക്കെ, റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 by pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 180 by pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് pi by 6. pi by 6നെ നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? pi by 6 into 180 by pi ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. which will be equal to pi ക്യാൻസൽ ആകും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? pi by 6 will be equal to 30 degree ആയിരിക്കും. ഓക്കെ
ഓക്കെ ആണോ? പൈ ബൈ 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം പൈ ബൈ 2. പൈ ബൈ 2 നമുക്ക് ഡിഗ്രി മെഷറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 180 by pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. This will be equal to pi by 2 into 180 by pi will be equal to എന്ത് കിട്ടും? 90 ഡിഗ്രി. ഓക്കെ അല്ലേ? പൈ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം 2 pi by 3. 2 pi by 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 180 by pi ചെയ്യുക. 180 by pi will be equal to pi by cancel ആകും. ബാക്കി നമുക്ക് കിട്ടുക 120 ഡിഗ്രി എന്നാണ് കിട്ടുക. ഓക്കെ ആണോ? 2 pi by 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക 5 pi by 3. 5 pi by 3. 5 pi by 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 5 pi by 3 into 180 by pi ചെയ്യുക. പൈയും പൈയും ക്യാൻസൽ ആകും. ബാക്കി 5 into 180 divided by 3 will be equal to 300 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 5 pi by 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ will be equal to 300 ഡിഗ്രി. മനസ്സിലായി? നമ്മളിപ്പോ ഇവിടെ ഡിഗ്രിയിലെ റേഡിയനിലേക്കും റേഡിയനിലെ ഡിഗ്രിയിലേക്കും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഗ്രിയും റേഡിയനും റിലേഷൻ എന്താണ് നമ്മൾ ഓർത്തോളുക. നമുക്ക് 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ റേഡിയൻ എന്ന് പറയുന്നത് പൈ ബൈ 6 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ റേഡിയൻ എന്ന് പറഞ്ഞാല് പൈ ബൈ 3 ആയിരിക്കും. ഓക്കെ, അതുപോലെ 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആയിരിക്കും. ഓക്കെ, ദെൻ 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് പൈ ബൈ 6 ആണ്. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ബൈ 3 ആണ്. 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ബൈ 2 ആണ്. അതുപോലെ 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ബൈ 4 ആണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിലേഷൻ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോടാ 6 റേഡിയൻ. 6 റേഡിയനെ നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. റേഡിയനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻറ്റു 180 by pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നോക്കിയോടാ 6 റേഡിയനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 6 into 180 by pi ഞാൻ കൊടുത്തു. ഓക്കെ, ഇവിടെ സാധാരണ നമ്മൾ മുകളിൽ കണ്ടതനുസരിച്ച് പൈയും പൈയും ക്യാൻസൽ ആയി പോയി നമുക്ക് വേഗം ഒരു ആൻസർ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കോടാ, നമ്മുടെ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ, പൈ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക പൈക്ക് നമുക്ക് പണ്ട് പഠിച്ചിട്ടുള്ള വാല്യൂ ഏതാണ്? 3.14 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3.14 എന്ന് പറഞ്ഞ വാല്യൂ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കുക പൈയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 22 by 7 ആയിരിക്കും. ഓക്കെ ആണോ? 22 by 7 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിന്റെ വാല്യൂ കറക്റ്റ് 3.14 സംതിങ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അതിന് പൈക്ക് പകരമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടാറുള്ള വാല്യൂ ഏതാണ്? 22 by 7 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈക്ക് പകരമായിട്ട് 22 by 7 നമുക്ക് ഇട്ട് കൊടുക്കാം. 180 divided by 22 by 7. ഓക്കെ, നോക്കാടാ ഫ്രാക്ഷൻ ആണല്ലേ ഡിനോമിനേറ്റർ വന്നത്. എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിൽ ബി ഈക്വൽ ടു 6 into 180 into 7 by 22. ഓക്കെ ആണോ? 22 by 7 എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യണം, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 7 നമുക്ക് മുകളിൽ വരും. 6 into 180 into 7 divided by 22 എന്ന് നമുക്ക് വരും. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു 343.64 ഡിഗ്രി എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 343.64 ഡിഗ്രി നമുക്ക് കിട്ടും. നമുക്ക് 0.64 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രീനെ നമുക്ക് മിനിറ്റിലോട്ടും മിനിറ്റിനെ നമുക്ക് സെക്കൻഡ്സിലോട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം? 343 ഡിഗ്രി പ്ലസ് 0.64 ഡിഗ്രി എന്ന് കൊടുത്തു. ഇനി 0.64 ഡിഗ്രിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. പ്ലസ് 0.64 into 60 മിനിറ്റ്സ്. ഓക്കെ ആണോ? 0.64 ഡിഗ്രിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
which will be equal to 343 degree plus 0.64 into 60 minutes will be equal to 38.4 minutes ആയിരിക്കും. ഓക്കെ ആണോ? എന്ത് കിട്ടി? 0.64 into 60 will be equal to 38.4 minutes എന്ന് കിട്ടി. ഇനി ഇപ്പൊ നോക്കിയാടാ 0.4 minutes ഇനിയും ബാക്കിയുണ്ട് അല്ലെ? നമുക്ക് എന്ത് എഴുതാം? 343 degree plus 38 minutes plus 0.4 minutes ബാക്കി വന്നു. ഇനി 0.4 minutesനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 343 degree plus 38 minutes plus 0.4 into 60 seconds ചെയ്താൽ മതി. ഓക്കെ ആണോ? 60 seconds. ഓക്കെ, ഇവിടെ ഞാൻ മിനിറ്റ് ഇട്ടപ്പോൾ ഒരു വര മതിയായിരുന്നു. ഓക്കെ, which will be equal to 343 degree plus 38 minutes plus 24 second. ഓക്കെ ആണോ? 24 second നമുക്ക് കിട്ടും. ഓക്കെ, this will be equal to 343 degree 38 minutes 24 seconds നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ ഫോർ 6 റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ വിൽ ബി ഈക്വൽ ടു 343 ഡിഗ്രി 38 minutes and 24 seconds ആണ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്താണ് നമുക്ക് 1/4 റേഡിയനെ നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1/4 into 180/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ പൈയുടെ കാര്യം നമുക്ക് 22/7 കൊടുക്കണം. 1/4 into 180 divided by 22/7. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. സോ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 1/4 into 180 into 7/22 എന്ന് വരും. ഓക്കെ ആണല്ലോ? which will be equal to എന്ത് വരും? 180 into 7/4 into 22. ഓക്കെ, നമ്പർ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 14.32 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 14.32 ഡിഗ്രി നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 14.32 ഡിഗ്രിനെ നമുക്ക് മിനിറ്റ്സിലോട്ടും ദെൻ സെക്കൻഡ്സിലോട്ടും മാറ്റാൻ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. 14 ഡിഗ്രി പ്ലസ് 0.32 ഡിഗ്രി. ഓക്കെ, 0.32 ഡിഗ്രി 0.32 ഡിഗ്രിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.32 into 60 മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 14 ഡിഗ്രി പ്ലസ് 0.32 into 60 മിനിറ്റിനെ നമുക്ക് 19.2 മിനിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, 14 ഡിഗ്രി പ്ലസ് 19.2 മിനിറ്റ്. ഓക്കെ, ഈ മിനിറ്റിനെ നമുക്ക് 0.2 മിനിറ്റ് ഉണ്ട്, അതിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റണം. സോ എന്ത് ചെയ്താൽ മതി? 14 ഡിഗ്രി പ്ലസ് 19 മിനിറ്റ് പ്ലസ് 0.2 മിനിറ്റ് ആയിട്ട് മാറ്റുക. ദെൻ 0.2 മിനിറ്റിനെ നമുക്ക് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 19 മിനിറ്റ് പ്ലസ് 0.2 into 60 സെക്കൻഡ്സ്. ഓക്കെ ആണല്ലോ? which will be equal to എന്ത് കിട്ടും? 14 ഡിഗ്രി പ്ലസ് 19 മിനിറ്റ് പ്ലസ് 12 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് പ്ലസ് ഒഴിവാക്കി നമുക്ക് ചെയ്യാം. എന്ത് വരും? 14 ഡിഗ്രി 19 മിനിറ്റ് 12 സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അന്നേരം 1/4 റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി എത്രയാണ് കിട്ടുക? 14 ഡിഗ്രി 19 മിനിറ്റ് ആൻഡ് 12 സെക്കൻഡ്സ്. ഓക്കെ, ഇത് നമ്മള് ഡിഗ്രിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു, റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. എന്തായിരുന്നു ചെയ്തത്? ഡിഗ്രിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 180/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ?